ഓൾ വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് തീരെ വയ്യാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി. ഇന്നിപ്പോൾ സ്കൂളിലുള്ളൊരു ദിവസമാണ്. ഇന്നത്തെ തന്നെ വ്ളോഗാണ് കേട്ടോ ഇത്. ഇന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ രാവിലത്തെ ആ ഒരു ക്വിക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് കിച്ചണിലെ ജോലികളൊക്കെ അത്യാവശ്യം തീർന്നു. ദോശയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. ദോശയും നമ്മുടെ തക്കാളി ചമ്മന്തി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് ഒന്ന് സെറ്റായതിന് ശേഷമാണ് ഒരു ക്വിക്ക് ക്ലീനിങ്ങിന് നിന്നത്. അപ്പോൾ വീടൊന്നും വലിയ കച്ചറയായിട്ടില്ല കേട്ടോ. ഇന്ന് കഴിഞ്ഞ തലേദിവസം രാത്രി ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ അലങ്കോലം ആയിട്ടൊന്നുമില്ല. പെട്ടെന്ന് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചതൊന്ന് ഒതുക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഒതുക്കലും പരിപാടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷവും, അതുപോലെ തന്നെ വീട്ടിലേക്ക് വൈകിട്ട് ജോലിയും അതുപോലെ സ്കൂളൊക്കെ കഴിഞ്ഞ് കയറി വരുന്നവർക്ക് അതൊരു പോസിറ്റീവ് എനർജി കിട്ടും. വീട്ടിലിരിക്കുന്ന നമുക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടൊന്ന് ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടിച്ച് വാരാണ്. കുറച്ച് ദിവസമായി തുടച്ചിട്ട് വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടിച്ച് തുടയ്ക്കലൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അടിച്ച് വാരി മാത്രം വിടുകയുള്ളായിരുന്നു. പക്ഷേ തുടയ്ക്കൽ പരിപാടികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ദിവസമായി. ഏകദേശം ഓണാവധിക്ക് വീട്ടിൽ പോയി വന്നതിന് ശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം വെച്ചാൽ തലവേദനയായിരുന്നു, ഭയങ്കര തലവേദന. സൈനസിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കെളുപ്പും ഒന്നും പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടിച്ച് വാരലും തുടയ്ക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് മീൻ കിട്ടിയായിരുന്നു. ഞാനത് ഇടയ്ക്ക് വന്ന് നന്നാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ വറക്കാനുള്ളതൊക്കെ വറുത്തും വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് മീൻ കറി വെക്കാനുള്ള പരിപാടിയാണ്. മീൻ കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യണതാണ്. എന്നാലും ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ഉലുവ ഇട്ടു. പൊട്ടിച്ചതിന് ശേഷം പിന്നെ ലേശം കടുകും കൂടെ ഇട്ട് കൊടുത്ത് സ്പീഡിൽ കാണിക്കുകയാണ് കേട്ടോ. കാരണം മീൻകറിയുടെ റെസിപ്പി നമ്മൾ മിക്കപ്പോഴും ഷെയർ ചെയ്യണം. മിക്കപ്പോഴും ഇവിടെ മീൻകറി തന്നെയാണ് സ്ഥിരം. അപ്പോൾ ഇഞ്ചി ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടില്ല. ഇഞ്ചി ഉള്ളി മാത്രം ഇട്ട്, വെളുത്തുള്ളി മാത്രം ഇട്ട് ഒന്ന് വഴറ്റി അതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികളില്ലേ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ കൂടിയിട്ട് നമ്മളൊന്ന് വെള്ളത്തിലിങ്ങനെ മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. അത് ഒന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിത് ഇടുമ്പോഴേ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾക്ക് ചട്ടിയിൽ കിടന്ന് തന്നെ വഴന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതൊന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട് നീറ്റായിട്ടിരുന്നില്ലെങ്കിലേ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒക്കെ വരും അല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ വീട് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ എനിക്ക് മുളക് കുറവാന്ന് തോന്നിയ കാരണം ഞാൻ ഇച്ചിരി മുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ മുളകും മഞ്ഞളും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതായിട്ട് ഡ്രൈ ആയി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഇതിലൊഴിക്കാനുള്ളത്. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് വഴന്നും വരും. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ നമ്മുടെ കുടംപുളി എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് വാങ്ങാറാകുമ്പോഴത്തേന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മീൻ കറി റെഡിയായിട്ടോ. ഇപ്പോൾ കറണ്ട് പോയതാണ്. കറണ്ട് പോയപ്പോൾ ഒരു റെഡ് കളർ മാത്രമേ കാണുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു, അലക്കിയതൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. എല്ലാ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഒരു ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം പെൻസിൽ വെച്ച് ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ടെൻഷനും അതുപോലെ തന്നെ ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നുന്ന ടൈമിൽ, അതുപോലെ ബോറടിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ള ഡ്രോയിങ്ങോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഹോബീസൊക്കെ ചെയ്യണത് നല്ലതാട്ടോ. അപ്പോൾ എനിക്ക് ഡ്രോയിങ് ആണ് ഇഷ്ടം, കളറിംഗ് ഒക്കെയാണ് ഇഷ്ടം, പിന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ക്രാഫ്റ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് നോക്കി, ഒരു സാറ്റിൻ തുണിയൊക്കെ വെച്ചിട്ട്, പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ, സക്സസ് ആയില്ല. അതുകൊണ്ട് ഞാനതവിടെ ഉപേക്ഷിച്ചു. ഇല്ലെങ്കിൽ ഞാനതും കൂടി ഉൾപ്പെടുത്തിയേനെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കളർ പെൻസിൽ വെച്ച് കളർ കൊടുത്തു, പിന്നെ കുറച്ച് നേരം സ്കെച്ച് വെച്ച് കളർ കൊടുത്തു, പിന്നെ കുറച്ച് നേരം ക്രയോൺ വെച്ച് കളർ കൊടുത്തു. അങ്ങനെയൊക്കെ നമ്മുടെ കളറിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് നല്ലൊരു ആശ്വാസവും സമാധാനമൊക്കെ കിട്ടും. നമ്മൾ വേറൊന്നും
ചിന്തിക്കാണ്ട് നമ്മുടെ ജോലികളൊക്കെ തീർത്തതിന് ശേഷം നമുക്ക് വേണ്ടി എടുക്കുന്ന കുറച്ച് ടൈമാണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആവർത്തിച്ച് പറയുമ്പോൾ കേൾക്കണവർക്ക് ഇറിറ്റേഷൻ തോന്നുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ എനിക്ക് വേറൊന്നും പറയാനില്ല. അതാണ് നമ്മൾ വീട്ടമ്മമാരായിരിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് നോക്കണം. പ്രത്യേകിച്ച് 30 എബോവ് ആകുമ്പോഴത്തേന് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ, അത് എല്ലാവർക്കും അറിയുന്നൊക്കെ ആയിരിക്കും കേട്ടോ. ഒരു സവാള, അതുപോലെ ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞു വെച്ചു. ഇത് നമ്മുടെ ഇഡ്ഡലി മാവാണ്. ഇഡ്ഡലി മാവിലോട്ട് നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റാണ് എൻ്റെ. പിള്ളേരോട് ഞാൻ ഇന്നലെ പറഞ്ഞും പോയി പുതിയൊരു സ്നാക്ക് ഉണ്ടാക്കിയേക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ അവരിങ്ങനെ സ്കൂളിൽ പോയിട്ട് അത് മാത്രം വിചാരിച്ചിട്ടിരിക്കും. വന്നു കഴിയുമ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ പാട്ട് കുർബാന ഉണ്ടാവും. അതുകൊണ്ട് വേഗം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ സവാള, ഇഞ്ചിയും പച്ചമുളകെല്ലാം കൂടി അരിഞ്ഞ് വെച്ചായിരുന്നത് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാത്തതിന് മെയിനായിട്ട് കാരണം വെച്ചാൽ എനിക്ക് വയ്യായിരുന്നു. പിന്നെ അത് തന്നെയല്ല, എനിക്ക് സ്റ്റാൻഡ് പൊട്ടിപ്പോയിട്ട് എൻ്റെ ഇപ്പം നല്ല സ്റ്റാൻഡ്, അടിപൊളി സൂപ്പർ സ്റ്റാൻഡ് എനിക്ക് ഹസ്ബൻഡ് മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല സ്മൂത്തും, യൂസ് ചെയ്യാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഇപ്പോഴത്തെ സ്റ്റാൻഡ്. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് വഴറ്റി ഒരു 5 മിനിറ്റോളം എടുത്ത് നന്നായിട്ട് വഴറ്റി. പിന്നെ അതൊന്ന് ഇഡ്ഡലി മാവിലോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇഡ്ഡലി മാവ് ലേശം ടൈറ്റാന്ന് തോന്നിയപ്പോൾ തന്നെ ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതേ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വെക്കുകയാണ്. ഉണ്ണിയപ്പച്ചട്ടി മേടിച്ചിട്ട് ഇരിപ്പ് മുതലായിട്ട് ഇരിക്കുമായിരുന്നു, അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ ടൈമാണ് കേട്ടോ അത് എടുക്കണേ. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ തീ വെച്ചേക്കണത്. കാരണം ഈ നടുക്കത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പോൾ ഇതേ നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ പകുതിക്ക് വെച്ചായിട്ട് ഇടാവുള്ളൂ. എന്ന് വെച്ചാൽ മൊത്തം ഇങ്ങനെ കുഴി നിറയാൻ പാകത്തിനൊന്നും ഒഴിച്ചു കൊടുക്കരുത് മാവ്. ഇങ്ങനെ പകുതിക്ക് ആണ് നിർത്തണം. എന്നാലാണ് അതിങ്ങനെ വലുതായി വരും, വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടുക്കത്തെ വേഗം ആവണുണ്ട്. കാരണം നടുക്ക് മാത്രമല്ല സ്റ്റൗവിൽ തീ കത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇച്ചിരി ഒരു ഇഡ്ഡലി മാവായിട്ട് എടുത്തോളൂ. അപ്പോൾ അതേ നമ്മുടെ പണിയാരം എന്ന് പറഞ്ഞിട്ടോ, ഇത് പണിയാരം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്നെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് എണ്ണ കുടിക്കും. അപ്പോൾ എണ്ണ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് രണ്ടെണ്ണം കഴിച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് അങ്ങ് മട്ടു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. പിന്നെ ഇനിയിപ്പം ഇതിന് മധുരമില്ല എന്ന് പറഞ്ഞ് ബിയോണ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതേ നമ്മളിങ്ങനെ പണിയാരത്തിൻ്റെ പണിയൊക്കെ കഴിയാറായി. അപ്പോൾ അതേ കുറേ ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ എണ്ണ ഒഴിക്കാനുള്ള മടി കാരണം ഞാൻ കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ചു കൊടുക്കേണ്ടതാണ്. എണ്ണ ഒന്ന് അപ്പുറത്തേക്ക് വീഴട്ടെ എന്ന് വിചാരിച്ച്. എണ്ണ ചിലവാക്കാനുള്ള മടി കൊണ്ട് തന്നെയാണ്, വേറൊന്നല്ല. അപ്പോൾ എന്താ കൊളസ്ട്രോളും പിന്നെ നമുക്ക് പ്രശ്നമില്ല, എന്നാലും കൊളസ്ട്രോളൊക്കെ ഉള്ളവരൊന്നും ശ്രദ്ധിക്കുന്നതല്ല കേട്ടോ. ഇത് നല്ലോണം എണ്ണ കുടിക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ തീ കുറച്ചിട്ടിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. നല്ലോണം എണ്ണ കുടിച്ചു. പക്ഷെ എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിലൊക്കെ നല്ലോണം പിഴിഞ്ഞിട്ടാട്ടോ ഇത് കഴിച്ചു നോക്കിയത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കുമല്ലോ, നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടാണല്ലോ കാര്യങ്ങൾ. പക്ഷെ ഫസ്റ്റ് എനിക്ക് ടേസ്റ്റ് നോക്കാനൊന്നും പറ്റിയില്ല. കാരണം ഇതിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നേരമില്ലല്ലോ, പെട്ടെന്ന് ആക്കിയെടുക്കണമല്ലോ. അപ്പോൾ ഇതേ അങ്ങനെ പണിയാരൊക്കെ ഉണ്ടാക്കി വെച്ച് ഇനി ഇത് പിള്ളേരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ പിള്ളേർ വന്ന് ബിയക്കുട്ടിക്ക് ഇഷ്ടമാവും മിക്കവാറും. അവൾക്ക് മധുരമുള്ളത് ഇഷ്ടമല്ലേ, പക്ഷേ ബിയോണ് മിക്കവാറും കരയാൻ ചാൻസ് ഉണ്ട് ഇതിന് മധുരമില്ലാത്തത് കൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്കൊക്കെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.